തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടയിൽ 2.5 വയസ്സുകാരിയുടെ വിയോഗം നാടിനെയാകെ കണ്ണീരിലാഴ്ത്തിയിരിക്കുകയാണ്. ശ്വാസം മുട്ടലിന് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ കുരുന്നിന് കുത്തിവെപ്പ് എടുത്തതിന് തൊട്ടു പിന്നാലെ മരണം സംഭവിച്ചു എന്ന വാർത്ത ഞെട്ടലോടെയാണ് കേരളം കേട്ടത്. ഉറിയാക്കോട് സ്വദേശികളായ സിദ്ദിഖ് ഫൈസലത്ത് ദമ്പതികളുടെ മകൾ ഐഷ ഫാത്തിമയാണ് ഈ ദാരുണമായ സംഭവത്തിൽ ജീവൻ വെടിഞ്ഞത്. ഈ വിയോഗത്തിന് പിന്നാലെ ചികിത്സാ പിഴവ് ആരോപിച്ചുകൊണ്ട് കുട്ടിയുടെ കുടുംബം രംഗത്തെത്തിയതോടെ സംഭവം വലിയ വിവാദങ്ങൾക്കും നിയമ പോരാട്ടങ്ങൾക്കും വഴിവെച്ചിരിക്കുകയാണ്. കാട്ടാക്കടയിലുള്ള മമൽ എന്ന സ്വകാര്യ ആശുപത്രിക്ക് എതിരെയാണ് ബന്ധുക്കൾ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. സാധാരണ നിലയിലുള്ള ശ്വാസതടസ്സത്തിന് ചികിത്സ തേടിയെത്തിയ കുട്ടിക്ക് അമിത അളവിലോ അല്ലെങ്കിൽ തെറ്റായ രീതിയിലോ മരുന്ന് നൽകിയതായാണ് മരണകാരണമെന്നാണ് ബന്ധുക്കളുടെ പ്രാഥമിക നിഗമനം. സംഭവ ദിവസം കുട്ടിയുടെ ശ്വാസം മുട്ടൽ കൂടിയതിനെ തുടർന്നാണ് മാതാപിതാക്കൾ ഐഷയെ മമൽ ആശുപത്രിയിൽ എത്തിച്ചത്. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കുട്ടിയുടെ കയ്യിൽ 2 കുത്തിവെപ്പുകൾ നൽകുകയുണ്ടായി. എന്നാൽ കുത്തിവെപ്പ് നൽകി നിമിഷങ്ങൾക്കകം തന്നെ കുട്ടിയുടെ നില വഷളാകുകയും കുട്ടി ബോധരഹിതരായി വീഴുകയും ചെയ്തു. അപ്രതീക്ഷിതമായ ഈ സാഹചര്യം കണ്ട് പരിഭ്രാന്തരായ ആശുപത്രി അധികൃതരും ബന്ധുക്കളും ഉടൻ തന്നെ കുട്ടിയെ മറ്റൊരു വലിയ ആശുപത്രിയായ നെയ്യാർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. ഡോക്ടർമാരും നഴ്സുമാരും ആംബുലൻസിൽ കൂടെ ഉണ്ടായിരുന്നുവെങ്കിലും മെഡിസിറ്റിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഐഷ ഫാത്തിമയുടെ ജീവൻ നഷ്ടമായിരുന്നു. ഉച്ചയ്ക്ക് ഏകദേശം 12:55ഓടെ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ മരണം സ്ഥിരീകരിക്കുകയായിരുന്നു. ശ്വാസം മുട്ടൽ എന്ന സാധാരണ രോഗത്തിന് നൽകിയ കുത്തിവെപ്പ് എങ്ങനെ ഒരു കുഞ്ഞിന്റെ ജീവൻ അപഹരിച്ചു എന്ന ചോദ്യമാണ് ബന്ധുക്കളും നാട്ടുകാരും ഇപ്പോൾ ഉയർത്തുന്നത്. സിദ്ദീഖിന്റെയും ഫൈസലത്തിന്റെയും ഇരട്ട കുട്ടികളിൽ ഒരാളായിരുന്നു ഐഷ. അതുകൊണ്ട് തന്നെ ഈ വിയോഗം ആ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമാണ്. കൃത്യമായ പരിശോധനകൾ നടത്താതെയും കുട്ടിയുടെ ശാരീരിക പ്രകൃതിയും അലർജി സാധ്യതകളും പരിഗണിക്കാതെയും കുത്തിവെപ്പ് എടുത്തതാണ് അപകടത്തിന് കാരണമെന്നാണ് കുടുംബം ആരോപിക്കുന്നത്. ആശുപത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയും കൃത്യവിലോപവുമാണ് തങ്ങളുടെ കൺമുന്നിൽ വെച്ച് കുഞ്ഞു മരിക്കാൻ കാരണമായതെന്ന് പിതാവ് കണ്ണീരോടെ പറയുന്നു. സംഭവത്തിൽ നീതി തേടിക്കൊണ്ട് ബന്ധുക്കൾ ആര്യനാട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതി സ്വീകരിച്ച പോലീസ് ആശുപത്രി അധികൃതർക്കെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മാറ്റിയിരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം മരുന്നിന്റെ പാർശ്വഫലമാണോ അതോ മറ്റ് ശാരീരിക പ്രശ്നങ്ങളാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാൻ കഴിയും. കേരളത്തിൽ അടുത്ത കാലത്തായി സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സാ പിഴവുകൾ റിപ്പോർട്ടുകൾ ചെയ്യപ്പെടുന്ന സംഭവത്തിൽ വർദ്ധിച്ചു വരുന്നത് വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇത്തരം സംഭവങ്ങളിൽ കൃത്യമായ അന്വേഷണം നടക്കാത്തതും കുറ്റക്കാർ ശിക്ഷിക്കപ്പെടാത്തതും പ്രതിഷേധങ്ങൾക്ക് കാരണമാകുന്നു. ഐഷ ഫാത്തിമയുടെ മരണത്തിൽ ആരോഗ്യ വകുപ്പിന്റെ ഉന്നതതല അന്വേഷണം വേണമെന്ന ആവശ്യവും ശക്തമാണ്. ആശുപത്രിയിൽ ഉപയോഗിച്ച മരുന്നുകളുടെ ഗുണനിലവാരവും കുത്തിവെപ്പെടുത്ത വ്യക്തിയുടെ നൈപുണ്യവും പരിശോധിക്കേണ്ടതുണ്ട്. സാധാരണയായി കുട്ടികൾക്ക് നൽകുന്ന മരുന്നുകളുടെ ഡോസേജിൽ വരുന്ന നേരിയ മാറ്റങ്ങൾ പോലും വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതിനാൽ പീഡിയാട്രിക് വിഭാഗത്തിൽ കൂടുതൽ ശ്രദ്ധയും മുൻകരുതലും ആവശ്യമാണെന്ന് ആരോഗ്യ വിദഗ്ധരും ചൂണ്ടിക്കാട്ടുന്നു. ഈ ദാരുണമായ സംഭവം കാട്ടാക്കട മേഖലയിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. നാട്ടുകാരും രാഷ്ട്രീയ പ്രവർത്തകരും ആശുപത്രിക്ക് മുന്നിൽ തടിച്ചുകൂടുകയും അധികൃതർക്കെതിരെ നടപടി ആവശ്യപ്പെടുകയും ചെയ്തു. ഒരു സാധാരണ കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന കുഞ്ഞ് അനാസ്ഥ മൂലം ഇല്ലാതായതിനെതിരെ ശക്തമായ നിലപാടുമായി മുന്നോട്ടു പോകാനാണ് ബന്ധുക്കളുടെ തീരുമാനം. ചികിത്സയ്ക്കായി എത്തുന്ന സാധാരണക്കാർക്ക് സുരക്ഷിതമായ പരിചരണം ഉറപ്പാക്കാൻ സർക്കാർ സംവിധാനങ്ങൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടതുണ്ട്. ആര്യനാട് പോലീസ് ആശുപത്രിയിലെ ചികിത്സാ രേഖകളും മരുന്ന് കുപ്പികളും പിടിച്ചെടുത്ത് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിന്റെ സഹായത്തോടെ അന്വേഷണം പൂർത്തിയാക്കാനാണ് പോലീസിന്റെ നീക്കം. ഐഷ ഫാത്തിമയുടെ കുടുംബത്തിന് നീതി ലഭിക്കുമെന്നും ഭാവിയിൽ ഇത്തരം ദുരന്തങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ കർശനമായ നിയന്ത്രണങ്ങൾ ഉണ്ടാകുമെന്നും അധികൃതർ ഉറപ്പു നൽകുന്നു. കളിച്ചു ചിരിച്ച് നടക്കേണ്ട പ്രായത്തിൽ ചികിത്സാ പിഴവിന്റെ ഇരയായി ഒരു കുഞ്ഞ് മടങ്ങുന്നത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം അത്യന്തം വേദനാജനകമാണ്.